ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു അൺബോക്സിങ്ങും അതേപോലെ തന്നെ കുറച്ച് കുക്കിങ്ങും കുറച്ച് പർച്ചേസിങ്ങും ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് കാണിച്ചപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് എവിടെ നിന്ന് വാങ്ങിയതാ, ഷോപ്പ് കാണിക്കണം എന്നൊക്കെ. അതൊന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്, മോന് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിന് അവനെ വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പുറത്തിറങ്ങിയത്. കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു, ചെറിയൊരു യാത്ര ഉണ്ട് കേട്ടോ. യാത്ര എടുക്കാമെന്നൊക്കെ പിന്നെ പറയാം. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ചെറിയൊരു പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ തിരൂർ പോയി. അപ്പോൾ ഞാൻ ഷോപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. നീർദോശയും മുട്ട റോസ്റ്റുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യട്ടെ എന്ന് കരുതി ഇറങ്ങിയതാട്ടോ. മോന് ഇന്നലെ തന്നെ ക്ലാസ് കട്ട് ചെയ്ത് പോവുക ചെയ്തത്. മോള് ജിയനെ കൊണ്ടുവിട്ടിട്ട് ഇന്നലെ ജിയക്ക് ജെയ് എക്സാം ആയിരുന്നു. അവൾ നീറ്റിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന വെച്ചാലും ജെയ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് ജെയ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളായിട്ട് പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞങ്ങൾ ഏത് സമയത്താണ് തിരിച്ചെത്താമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എത്തൂല, അവൻ വരുന്ന സമയത്തേക്ക് എത്തൂല മാസി. അതുകൊണ്ട് തന്നെ മാജിക്ക് ക്ലാസ് കട്ട് ചെയ്താണ് ഇന്നലെ പോയത് കേട്ടോ. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് ക്ലാസ് ഇല്ല, അവർക്ക് പ്രാക്ടീസാണ് കേട്ടോ. 25-ാം തീയതി അവർക്ക് ആനുവൽ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസുഖങ്ങളുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും മക്കളെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ അവന് വരുന്ന സമയമാകുമ്പോൾ എത്തുന്ന ഉറപ്പില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകില്ല എന്നെപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് അവനെ ക്ലാസ് കട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടി വന്നിട്ടാണ്. ഇന്നിനിപ്പോൾ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. അത് പിന്നെ എങ്ങനെ ആയാലും നമ്മൾ തിരൂർ വരെയല്ലേ പോകണുള്ളൂ, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. എങ്ങനെ ആയാലും നമുക്ക് തിരിച്ചെത്താനൊക്കെ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അവനെ വിട്ടതിന് ശേഷം ക്ലീനിങ് ഒക്കെ ഉണ്ട്, തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൂവ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് വെള്ളം മാറ്റി കൊടുക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാൻ കേട്ടോ. അപ്പോൾ അതാ നീർദോശക്കൊന്ന് തേങ്ങ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒന്നാമത് തേങ്ങ പൊടിച്ചത് ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ ഇന്നെന്തോ ഒരു മടി, അപ്പോൾ തേങ്ങ ഒന്നും പൊളിക്കാൻ പോയില്ല. നല്ല നേർപ്പിച്ചിട്ട് നീർദോശയും അതൊക്കെ മുട്ട റോസ്റ്റും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മോന് കൊടുത്തു വിടും വേണമല്ലോ, അവന് ബുക്സ് ഒന്നും കൊടുത്തു വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. അപ്പോൾ ലഞ്ചും സ്നാക്സും ഒക്കെ കൊടുത്തു വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദോശയും മുട്ട റോസ്റ്റും കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷം? എനിക്ക് വ്യൂസ് വളരെ കുറവാണ്. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കണ്ടിരുന്നവരൊക്കെ ഞാൻ കുറച്ച് ദിവസം ഞാനിന്ന് ഡൗൺ ആയപ്പോൾ നിങ്ങളും കാണാതായും തോന്നുന്നുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഒരു മേഖല അങ്ങനെ തന്നെയാണ്, ഒരു കണ്ടീഷൻ എത്തുന്നവരെ കേട്ടോ. നമ്മളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സൊക്കെ സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം നമുക്ക് വ്യൂസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആവുന്നതിനനുസരിച്ച് വ്യൂസും ഡൗൺ ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒന്നേന്ന് തുടങ്ങണം എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. തീരെ വ്യൂസ് ഇല്ല. എന്നാലും പോട്ടെ, വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കത് ഭയങ്കര റിലീഫാണ് കേട്ടോ. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, എനിക്ക് ഭയങ്കര റിലീഫാണ്. ഭയങ്കര ഒരു എന്താ പറയുക, കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും ഒരു എന്താ പറയുക, ഞാനിപ്പോൾ എന്താ പറഞ്ഞു തരാം, ഞാൻ ഒറ്റപ്പെടലിന് ഒരു എസ്കേപ്പാണ് കേട്ടോ എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോസ് ഇനി തുടർച്ചയായിട്ട് ഇടാനായിട്ട് ശ്രമിക്കും, നിങ്ങളും കാണാൻ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, ഇത് ഞാൻ പുതിയത് വാങ്ങിയത് കേട്ടോ. ഇന്നലെയാണ് ആമസോണിൽ വന്നത്. ഞാൻ അൺബോക്സിംഗ് ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ സാധാരണ ഉപയോഗിച്ചിരുന്ന ഒരു മഞ്ഞ കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കട്ട് ചെയ്ത് അതിൽ തന്നെ കളക്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര ഒരു ഉപകാരം കേട്ടോ. നമ്മൾ തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം ഇങ്ങനെ റാക്കിലേക്കൊന്നും ഒഴുകൂലല്ലോ. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി നല്ലതായിട്ട് വൃത്തിയാക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് കട്ടിങ് ചെയ്യുന്ന ഭാഗവും പ്ലേറ്റ് പോലുള്ള ഭാഗമൊക്കെ കൂടെ ഒന്നിച്ച് മോൾഡ് ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനകത്ത് കട്ടിംഗ് ബോർഡിൻ്റെ പീസ് മാത്രം ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേറെ നിർത്തിയിട്ടുള്ളതാണ് കേട്ടോ. അത് വൃത്തിയില്ലായി ഒന്നുമില്ല കേട്ടോ. ഞാൻ ഡിഷ് വാഷറിൽ വെക്കുന്നതുകൊണ്ട് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ലതാണ്. എനിക്കത് ഭയങ്കര സൗകര്യം കേട്ടോ, നമ്മൾ കട്ട് ചെയ്ത് അതിൽ തന്നെ കളക്ട് ചെയ്യാൻ പറ്റുന്നത്.
പിന്നെ കുറച്ച് മുന്നായിട്ട് ഏതോ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു റിക്വസ്റ്റ്. എന്താ നമ്മൾ ആമസോൺ കൂടെ വാങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ റിവ്യൂ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്, ഒന്ന് കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും തോന്നി അത് നല്ലൊരു കണ്ടൻറ്റ് ആണെന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ വാങ്ങുമ്പോൾ അത് ശരിയാവുമോ, അതിൻ്റെ വാറണ്ടി എങ്ങനെയാണെന്നൊക്കെ ഉള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വാറണ്ടിയൊക്കെ ഇഷ്യൂ ചെയ്ത് കിട്ടും കേട്ടോ. എനിക്കത് 1-2 അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരു ഇയർബഡ്സ് വാങ്ങിയിട്ട് ഇതൊരു വർഷം വാറണ്ടി ഉണ്ടായിരുന്നു. ഒരു വർഷം തികണേൻ്റെ ഒരു 15 ദിവസം മുന്നേ എൻ്റെ ഒക്കെ വീണിട്ട് അത് ചെറിയൊരു കൂക്കൽ പോലെ കേട്ടു കേട്ടോ. പിന്നെ ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ ഞാനത് വാറണ്ടി ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരൊന്ന് പുതിയ പീസ് തന്നെ മാറ്റി തന്നു കേട്ടോ. അത് JBLൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഫിലിപ്സിൻ്റെ ഒരു സ്റ്റീമാണ്. അത് ഇതിൻ്റെ ശബ്ദം കൊണ്ട് കത്തിപ്പോയത് തന്നെയായിരുന്നു. പക്ഷെ അതും എനിക്ക് പുതിയ പീസ് മാറ്റി കിട്ടി. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അവരത് റിപ്പയർ ചെയ്ത് തരികയെ ചെയ്യുള്ളൂ കേട്ടോ. എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും, എത്ര വിലയുള്ള പ്രോഡക്റ്റ് ആണെങ്കിലും. ആമസോണിൽ ആകുമ്പോൾ പിന്നെ അങ്ങനെയല്ല കേട്ടോ. ഇതിപ്പോൾ ഇന്ന് വന്നൊരു പ്രോഡക്റ്റാണ്. ഞാൻ കുറേ ദിവസമായി മസാല ബോക്സ് വാങ്ങണം എന്ന് വിചാരിക്കണേ. കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ എനിക്കിതിങ്ങനെ ഡബ്ബ പോലെയുള്ള മസാല ബോക്സസ് ആണല്ലോ ഇപ്പോൾ കൂടുതലുള്ളത്. അപ്പോൾ എനിക്കതൊരു എന്താ പറയുക, ഒരു ഹാൻഡി ആയിട്ട് തോന്നിയില്ല കേട്ടോ. അതിങ്ങനെ എടുത്ത് യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാവുമെന്ന് തോന്നി ഞാൻ വാങ്ങാതിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ റാക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ട്. ഒരു സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്തത്, അതും എനിക്ക് ഭയങ്കര ഇതായിട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിങ്ങനെ നല്ല ഹാൻഡി ആയിട്ട് പഴയ ഭരണീൻ്റെ മോഡലുള്ള ഒരു മസാല മസാല ബോക്സിൻ്റെ ഒരു വേറെ വേർഷനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നമ്മൾ സാധാരണ ഭരണികൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഉൾഭാഗം ഭയങ്കര റഫായിട്ടാണല്ലോ ഉണ്ടാവുക. ഇത് അങ്ങനെയല്ല, ഉള്ളൊക്കെ നല്ല മിനുസപ്പെടുത്തിയിട്ട് നല്ല സെറാമിക്കിൻ്റെ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല കളർ കോമ്പിനേഷനും എനിക്ക് കിച്ചൺ റാക്കിൽ വെച്ചപ്പോൾ നല്ല ഭംഗിയും തോന്നിയിട്ട്. നമ്മൾ റാക്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കാണാനും ഒരു ഭംഗി വേണം. അപ്പോൾ അങ്ങനെ കേട്ടോ. ഇത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത് 7 കണ്ടെയ്നറാട്ടോ അതുപോലെ വരുന്നത്. 7 കുഞ്ഞു ഭരണികൾ. നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പല സ്പൈസസ് ഒക്കെ എടുത്തിടേണ്ടി വരുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഞാൻ പാഷ്യോയിൽ പോയി കുക്ക് ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെടുത്തിട്ട് പോയാൽ എനിക്ക് അത്യാവശ്യമുള്ള മസാലാസൊക്കെ യൂസ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം, കടുക്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ കുറേശ്ശെ പോർഷൻ ഇതിലിട്ട് വെക്കാനുള്ള ഐഡിയയിലാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമായി. 7 കണ്ടെയ്നറാണ് ഇതുപോലെ വന്നിട്ട്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. നല്ല ഫിനിഷിങ്ങും നല്ലൊരു ഒരു പച്ച ബോർഡറൊക്കെ കൊടുത്തിട്ട്, ഗ്രീൻ കളറിലുള്ളൊരു ബോർഡറൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് ഇന്നാണ് ഇപ്പോൾ വന്നത് കേട്ടോ. പെട്ടെന്ന് ഡെലിവറി ആയി കേട്ടോ. ഞാൻ എന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ, പെട്ടെന്ന് ഡെലിവറി ആയി. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ള പ്രോഡക്റ്റ്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു, മോൻ പോയി, കാക്ക പോയി. അപ്പോൾ ഇനി കുറച്ച് ക്ലീനിങ്ങും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി രാത്രി വെച്ചതായിരുന്നു കേട്ടോ, വെള്ളം പോകാൻ. വെള്ളമൊക്കെ പോയി ഡ്രൈ ആവട്ടെ എന്ന് എഴുതി വെച്ചതായിരുന്നു. ഡിഷ് വാഷൊക്കെ വെക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രാത്രിയല്ലേ ഇന്നലെ വന്നത്. അപ്പോൾ കഴിച്ച ഫുഡിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഇങ്ങനെ ഇതിൽ ഡ്രയർ മാറ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഡിഷ് വാഷൊക്കെ വെക്കാൻ നിൽക്കണില്ല, എനിക്ക് നേരം വൈകും. കാരണം എന്താ വെച്ചാൽ എനിക്കൊന്ന് തുടച്ചിട്ട് വേണം. ഞാൻ പറഞ്ഞല്ലോ പർച്ചേസിങ്ങിന് പോകണമെന്ന്, അതിന് പോകാൻ വേണ്ടിയിട്ട് തുടച്ചിട്ട് വേണം കേട്ടോ. അതേപോലെ തന്നെ ബെഡ്ഷീറ്റിൻ്റെ കളക്ഷൻ കാണിക്കുമെന്നും ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. 1-2 കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റിൻ്റെ കളക്ഷൻ കാണിക്കുമെന്നും ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കാം കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഒരു ഭാഗത്താക്കിയതിന് ശേഷം കാണിക്കാം. ഇത് പല റൂമിലേക്കുള്ള പല സൈസാണ്, പല രീതിയിലുള്ളതാണ്. അപ്പോൾ പലയിടത്തുമാണ് ഇരിക്കുന്നത് കേട്ടോ. അതത് റൂമിലൊക്കെയാണ് ഇരിക്കുന്നത്. ഒന്നിച്ചൊക്കെ നല്ല വൃത്തിയായിട്ട് മടക്കിയൊക്കെ എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഞാനിന്ന് പോണത് അന്ന് ഞാൻ തിരൂരിൽ നിന്ന് വലിപ്പമുള്ള ബെഡ്ഷീറ്റ് വാങ്ങിയ ഷോപ്പുണ്ടല്ലോ, അങ്ങോട്ടാണ് കേട്ടോ. ഹോൾസെയിൽ റേറ്റിൽ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, ആ ഷോപ്പൊക്കെയാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് പലർക്കും അത് ഉപകാരപ്പെടുമായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കൂടെ പറഞ്ഞിരുന്നു വലിപ്പമുള്ള ബെഡ്ഷീറ്റ് കിട്ടാറില്ല, ഷോപ്പ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഷോപ്പ് എവിടെയാണെന്ന് പറയണമെന്ന് പറഞ്ഞു കേട്ടോ. അവർക്കൊക്കെ നല്ല ഉപകാരപ്പെടും. എൻ്റെ ബെഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ട് നല്ല വലിപ്പമുള്ള ബെഡാണ്. അതുകൂടെ ഒരു അടി കനവും ഉണ്ട് കേട്ടോ, 12 ഇഞ്ചിൻ്റെ കനവും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 6 അടീൻ്റെ 7 അടീൻ്റെ ഒക്കെ ബെഡ്, നമുക്ക് വലിപ്പമുള്ള ബെഡ്ഷീറ്റ് നമുക്കിത് കവർ ചെയ്ത് ഇങ്ങനെ
ടക്ക് ചെയ്തിടാനായിട്ട് പറ്റില്ല. ഞാനന്ന് ഏതോ ഒരു ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടത്. അതങ്ങോട്ട് വിരിച്ചിട്ടാൽ പിന്നെ നമ്മൾ എടുക്കാതെ അത് അവിടെ നിന്ന് പോരൂല കേട്ടോ. അത്രയും നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടുന്ന് ഫിറ്റഡ് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ബെഡ്റൂമൊക്കെ ഫിറ്റഡ് ബെഡ്ഷീറ്റും സൂട്ടാവണില്ല. അത് മോളെ റൂമുക്കും മോൻ്റെ റൂമൊക്കെ ഉള്ള ബെഡ്റൂമൊക്കെ സ്റ്റാൻഡേർഡ് സൈസ് ബെഡുള്ള റൂമൊക്കെ നല്ല കറക്റ്റാണ് കേട്ടോ. നമുക്ക് ഫിറ്റഡ് ബെഡ്ഷീറ്റ് എത്ര വീതിയുള്ളതും കിട്ടും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഹൈറ്റുള്ള ബെഡ് ആവുമ്പോൾ അതൊരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും വാങ്ങി 2 ബെഡ്ഷീറ്റ് വാങ്ങണം എന്നെത്തി പോയതല്ല, ട്രോളി ബാഗ് വാങ്ങണം എന്നുള്ള പ്ലാനിങ്ങിൽ പോയതാണ്. അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഈ ഒരു ഷോപ്പ് കാണിക്കാൻ എഴുതി പോയതട്ടോ. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ബെഡ്ഷീറ്റ് ഇതൊക്കെ ഒരു വീക്ക്നെസ് ആണല്ലോ, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ ട്രോളി ബാഗും 1-2 ഷോപ്പിലൊക്കെ നോക്കി. ഇവിടെ ഒരുപാട് ട്രോളി ബാഗ് ഇരിക്കുന്നുണ്ട്. എല്ലാത്തിനും ടയർ പോയിട്ടുണ്ട് കേട്ടോ. ടയർ ഇതാണ്. മോൻ ഓരോ പ്രാവശ്യം ലീവിന് വരുമ്പോൾ സ്കോട്ട്ലാൻഡിൽ നിന്ന് ലണ്ടൻക്ക് അവന് മിക്കവാറും സമയം ഫ്ലൈറ്റിനല്ല വരാറുള്ളത്. അപ്പോൾ ഈ ട്രോളി ബാഗ് പിന്നെ സ്റ്റുഡൻസിന് 8 kg എക്സ്ട്രാ കൊണ്ടുവരട്ടോ പെട്ടിയിൽ. അപ്പോൾ പരമാവധി വെയിറ്റ് അതിൽ കുത്തി നിറച്ചാവും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് ടയർ കേടായിട്ടുണ്ടാവും. ഇതാണ് കേട്ടോ ഒരു ഷോപ്പ്, മദീന ക്ലോത്ത്സ് റീറ്റെയിൽ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലാണ് കേട്ടോ. നല്ല വില കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇപ്പോൾ ഞാൻ 1 മാസം യൂസ് ചെയ്തല്ലോ കൊണ്ടുപോയ ബെഡ്ഷീറ്റ്. അതാണ് ഞാൻ വീണ്ടും വന്നതെന്ന് ഞാൻ മൂപ്പരോട് പറഞ്ഞും ചെയ്തു കേട്ടോ. നല്ല ബെഡ്ഷീറ്റുകളുണ്ട്, നല്ല കളക്ഷൻ ഉണ്ട്, നല്ല ഇഷ്ടമായി എനിക്ക് കേട്ടോ. പിന്നെ ബോർഡറുള്ള ടൈപ്പ് അങ്ങനത്തെ ടൈപ്പൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് ചെറിയ പ്രിൻറ്റുകളൊക്കെ വരുന്ന സെൽഫ് കളറായിട്ടുള്ളതോ അല്ലെങ്കിൽ ചെറിയ പ്രിൻറ്റുകളൊക്കെ വരുന്ന ടൈപ്പോ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം. ഇതിപ്പോൾ ഇങ്ങനെ കുഞ്ഞൊരു കടയാണ് കേട്ടോ. കടൻ്റെ വലിപ്പം സ്റ്റാൻഡേർഡൊക്കെ കൂടുന്നതിനനുസരിച്ച് വില കൂടും, അങ്ങനെയാണ് കേട്ടോ. മൂപ്പര് പറഞ്ഞും ചെയ്ത് നിങ്ങളിത് സാധാരണ ഷോപ്പിൽ പുറത്ത് ഷോപ്പുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1200 1500 രൂപക്കൊക്കെ കിട്ടുന്ന ബെഡ്ഷീറ്റാണെന്ന് പറഞ്ഞിട്ടോ. സത്യം തന്നെയാണ്. ഞാൻ ഈ ബെഡ്ഷീറ്റ് കളക്ഷൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം 2000-2500 രൂപ വിലയുള്ള ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വലുപ്പമില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ അലക്കി കഴിഞ്ഞപ്പോൾ ഒരു 3-4 അലക്കലൊക്കെ ഞാൻ അലക്കിയിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ട് തന്നെ ഏകദേശം ഒരു 10-21 ദിവസമായി. അതിൻ്റെയും കുറേ മുന്നേട്ടാണ് ഞാനത് വാങ്ങിയത്. കുറച്ച് ദിവസം കൂടെ മുന്നെയാണ് വാങ്ങിയത്. അപ്പോൾ ഒരു 4 അലക്കൽ എന്തായാലും അലക്കി, ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളി ബെഡ്ഷീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ മൂപ്പര് എൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള കുറച്ച് കളക്ഷൻ എടുത്തോളാം കേട്ടോ. ഞാൻ വൈറ്റിനോട് മാച്ചുള്ള ലൈറ്റ് കളേഴ്സ് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ കാക്ക ചോദിക്കായിരുന്നു, ഈ വീഡിയോ എടുക്കാനാണോ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത്, അത് ബെഡ്ഷീറ്റ് വാങ്ങാനാണോ? നമ്മൾ ലേഡീസിന് ബെഡ്ഷീറ്റൊക്കെ എത്ര വാങ്ങി വെച്ചാലും മതിയാവില്ല അല്ലേ. പ്രത്യേകിച്ച് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ബെഡ് കാരണം ഞാൻ എവിടെ പോകുമ്പോഴും ആ ബെഡിന് പാകമുള്ള ബെഡ്ഷീറ്റ് ഞാൻ നോക്കും. അപ്പോൾ അവർ നല്ല വലിപ്പമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വലിപ്പമുള്ള ബെഡ്ഷീറ്റ് കിട്ടിയിരുന്നു കേട്ടോ നമ്മുടെ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൽ നിന്ന്. പക്ഷെ അതെന്താ പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തൊപ്പ വന്നു, കുറച്ച് തൊപ്പ വന്നു, കിടക്കാൻ തന്നെ ഒരു സുഖമില്ലാതായി. അപ്പോൾ പിന്നെ കാക്ക പറഞ്ഞു അത് ഇനി വിരിക്കരുത് ഇട്ടാന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കണുണ്ട്. ഇതിന് ആ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് കോട്ടൺ ബെഡ്ഷീറ്റാണ്. ചെറുതായിട്ടൊരു മിക്സ് ഉണ്ടോ തോന്നുന്നുണ്ട്. ചെറുതായിട്ട് മിക്സ് ഉള്ളതാണ് നല്ലതല്ല. അപ്പോൾ കളറൊന്നും ഫെയ്ഡ് ആവുമൊന്നും ചെയ്യൂലല്ലോ. നിങ്ങൾക്ക് വലിപ്പം ഞാൻ നിവർത്തി കാണിച്ചു തരാം കേട്ടോ. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കാണിക്കട്ടെ. ഞാനന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കമൻറ്റ് വന്നു, ഷോപ്പ് പറയണത് പരിചയമുള്ളവരും ഇല്ലാത്തവരൊക്കെ. അപ്പോൾ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് കേട്ടോ കാണിക്കണത്. അപ്പോൾ അങ്ങനെ ഞാനും എടുത്തു 2 ബെഡ്ഷീറ്റ് കേട്ടോ. ഈ ബെഡ്ഷീറ്റ് കളക്ഷൻ കാണിക്കുമ്പോൾ ഞാൻ കാണിക്കാം. ഇതാണ് ഒരു ബെഡ്ഷീറ്റ് എടുത്തത്. പിന്നെ ഒരു വൈറ്റിൽ ബ്ലാക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ള ഒരു ബെഡ്ഷീറ്റും കൂടെ എടുത്തു കേട്ടോ. അങ്ങനെ 2 ബെഡ്ഷീറ്റും എടുത്തു. കാക്കപ്പോൾ കയ്യിലെടുത്തല്ലോ ആ ഒരു ബെഡ്ഷീറ്റാണ്. വേറെ ഒന്നും എടുത്തു കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ബെഡ്ഷീറ്റ് കളക്ഷൻ കാണിക്കട്ടെ. സിംഗിൾ കളർ ബെഡ്ഷീറ്റും അതേപോലെ തന്നെ ഫിറ്റഡ് ബെഡ്ഷീറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ പോകണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവർ ലൊക്കേഷൻ അയച്ചു തരുമായിരിക്കും. ഞാൻ ചോദിച്ചിട്ടില്ല, അയച്ചു തരുമായിരിക്കും. വിളിച്ചാൽ എവിടെയാണെന്ന് പറഞ്ഞു തരുമല്ലോ. മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾക്കറിയാലോ ഷോപ്പ് കണ്ടുപിടിക്കാറുണ്ട്. കുറച്ച് ടാസ്ക്കാണ് പരിചയമില്ലാത്തവർക്ക് കേട്ടോ. പിന്നെ ഞാനവിടുത്തെ ഡിഷ് ഡ്രൈയിങ് മാറ്റ് വാങ്ങിയിട്ടാണ്. നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ട് വെള്ളം തോരാൻ വേണ്ടി വെക്കാൻ പറ്റിയ മാറ്റ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബ്ലൂ കളർ ഐക്യൻ്റെ ആണ് കേട്ടോ. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു. അതിനേക്കാളും നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് മറന്ന്. ഇനിയിപ്പോൾ കിച്ചണിൽ ഞാൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഞാൻ പറയാം കേട്ടോ. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് അതെടുക്കായിരുന്നു എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഒരു ട്രോളി ബാഗ് വാങ്ങി വീട്ടിലേക്ക് പോയി.
അപ്പം ഇനി വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണാം. അസ്സലാമു അലൈക്കും. അവിടെ ഫാൻസി കട